ഹലോ. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ യാത്ര? കുറേ ദിവസം കൊണ്ട് സ്റ്റുഡിയോയുടെ ഇങ്ങനെ ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്ന് വേണ്ട പല സോഷ്യൽ മീഡിയകളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് സത്യമാണോ അല്ലയോ എന്നൊക്കെ നമുക്കറിയണമല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ വിചാരിച്ചെന്നാൽ ഒന്ന് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ തൈക്കുടത്താണ് കേട്ടോ പോയത്. തൈക്കുടത്തെ സ്റ്റുഡിയോ കണ്ടപ്പോൾ ഒരുപാട് വലിയ കണക്ഷനൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ചെന്നതിൽ പ്രതീക്ഷിച്ച കളക്ഷൻ ഇല്ല എന്നല്ല, ഒരുപാട് കളക്ഷനുണ്ട്. പക്ഷേ എല്ലാം ഈ സ്ലീവ്ലെസ് മോഡലൊക്കെ ആയതുകൊണ്ട് അതിടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായത് കാരണം അതിനോടൊന്നും വലിയ താല്പര്യം ഇപ്പം അങ്ങോട്ട് നോക്കിയില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇടാൻ പറ്റിയ എന്തൊക്കെ ടോപ്പുകളോ കാര്യങ്ങളൊക്കെയാണെന്ന് നോക്കി. അപ്പോൾ എല്ലാത്തിനും കൈക്കൊക്കെ ഭയങ്കര വണ്ണം കൂടുതലിട്ട് ഇപ്പോഴത്തെ ഫാഷൻ അതാണല്ലോ. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ അവിടുന്ന് ഒരു 2 കോസ്റ്റ്യൂം എന്തായാലും എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ 2 കോസ്റ്റ്യൂമൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മെലിഞ്ഞിട്ടൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇടാനൊക്കെ പറ്റിയതും വണ്ണമുള്ളവർക്കൊക്കെ പറ്റിയ ടൈപ്പൊക്കെ ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ എന്തായാലും വന്നതല്ലേ, അപ്പോൾ 2-3 ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനില്ല പന്തം കണ്ട പരിചാഴിയെ പോലെ അവിടെ ഇവിടെ എല്ലാം ഓടി നടന്നൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നോക്കുക കേട്ടോ. ഒരു ബാഗും ഒക്കെ എടുത്ത് ഇങ്ങനെ തോളത്തിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്നാൽ ചേട്ടാ മതി കേട്ടോ, 2 എണ്ണമൊക്കെ എടുത്തു, അത് മതി. പിന്നെ എനിക്ക് അവിടെ കണ്ട ഒരു ബനിയനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതും ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാൻസൊന്നും ഞാൻ നോക്കിയില്ല, ശരിക്കും പറഞ്ഞാൽ അതൊന്നും നോക്കിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ സ്റ്റുഡിയോന്ന് നല്ല അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്തു. ഞങ്ങൾ രണ്ടും കൂടെ ഇറങ്ങി, ബില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇറങ്ങി. നമ്മുടെ വണ്ടി അവിടെ ഫ്രണ്ടിൽ തന്നെ പാർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ കുറച്ച് വീഡിയോസൊക്കെ അത് ഇങ്ങനെ റൗണ്ടൊക്കെ അടിച്ച് കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു തിരിച്ചിങ്ങ് പോരുവാണേ. ഏറ്റവും രസകരമായിട്ട് സംഭവം എന്ന് വെച്ചാൽ ലേഡീസിന് എവിടെ ഏത് ഡ്രസ്സ് കണ്ടാലും ഇത് ഏത് എടുക്കുമോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷനായിട്ടോ. അപ്പോൾ എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നൈറ്റായി തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ തിരിച്ചു വരുന്ന ഇതാണ് കേട്ടോ വീട്ടിലോട്ടുള്ള വഴി. അപ്പോൾ അവിടെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ നാട്ടുമ്പുറം തന്നെയല്ലേ. അപ്പോൾ അതിൻ്റേതായ ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആകാശം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ല വ്യൂ ആണ്, വേണമെങ്കിൽ ഒരു വീഡിയോ എടുത്തു, നല്ല ഭംഗിയുണ്ട് കാണാൻ. അത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു.